ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് വല ഇട്ടിട്ടുണ്ട്. വല എടുക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് വല എടുക്കാം, നോക്കാം. ഇത് നമ്മൾ 50 mm വലയാണ് ഇട്ടിരിക്കുന്നത്. തീരെ ചെറിയ മീനൊന്നും കിട്ടത്തില്ല. ഇത് മുഴുത്ത മീനെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഒരു കാര്യമാണ് വേണ്ട. അതെ, വീണ്ടും ഉണ്ട്. വീണ്ടും ഉണ്ട്. ഇത് നല്ല പെരുത്ത കാര്യമാണ്. 50 mm വലയല്ലേ. ഉടക്കോല വരുന്ന ചത്തുപോയി. അപ്പടി ഉടക്കാവലെ, അല്ലെങ്കിൽ ഇതിന്റെ പേര് ഉടക്കോലെന്നല്ലേ. ഇതിനത്ര ഉടക്ക് നമ്മൾ എടുത്ത് കളഞ്ഞ് പോരുക. സൈഡിലിട്ടാലേ തന്നെ ഉടക്കാവും. രണ്ട് കാര്യമേ നമ്മുടെ രീതിയിലോട്ട് വന്നുള്ളൂ. ബോട്ട് നമ്മളെപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ബോട്ട് വരുന്നത്. അതെ, കുറുവ. വീണ്ടും ഒരെണ്ണം കൂടെ. ഭയങ്കര ഓളമാണ്. ഇപ്പൊ വള്ളം മുങ്ങിപ്പോയാലും ഇപ്പൊ നമ്മൾ ഈ ഓളം ഇത്ര ഓളം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഈ കൽക്കട്ടയിൽ നിന്ന് തിരിച്ചടിക്കുന്ന വിഷയം. ഓളം കുറഞ്ഞ് വീണ്ടും കുറുവ വന്നിട്ടുണ്ട്. മഞ്ഞക്കൂരിയുണ്ട്. ഇത് കല്ലടാമുട്ടിയ, നമ്മുടെ നാടനാണ്. ഇത് കുറുവായ. വീണ്ടും കുറുവായോ ഇരിക്കുന്നത്? ഉടക്കാണ്. ഉടക്കെടുത്ത് കളയട്ടെ. പിന്നെ എടുക്കാം. ഇനിയിപ്പോ തന്നെ എടുക്കുക. കാര്യ കല്ലടാമുട്ടി ഇനി ഏതാണ്ട്. ഇത് ജീവനുള്ള കാര്യം. കിടക്കട്ടെ. ഉളകന എല്ലാ മീനും ഉണ്ട് ഇന്ന്. അതെ, കുറുവായ. ഇപ്പൊ ചില്ലാൻ കൈയൊക്കെ ഉണ്ട്. ഇത് നല്ല മുഴുത്ത കാര്യ. ജീവനുള്ള കാര്യം. അത് നേരത്തെ ഉടക്കിയതൊക്കെയാണ് ഈ ചത്തു പോകുന്നത്. ജീവനുണ്ട്. അതിനും ജീവനുണ്ട്. ഇല്ലാത്ത ചെറുതായിട്ട് എൻ്റെ കയ്യില് ഇത് ജീവനുള്ള. നമ്മള് 65 mm വല ഇട്ടിട്ടുണ്ട്. ഇത് എടുക്കണം. അപ്പൊ ഈ വലയിലെ മീൻ എടുത്തിട്ട് നമ്മളത് എടുക്കത്തുള്ളൂ. കുറുവായ. കാരിയുടെ വലുപ്പം കൊണ്ടു. കാരി 65 mm 50 mm ആയത് കൊണ്ടാണ് അത്ര മുഴുത്ത കിട്ടുന്നത്. നമ്മൾ ചെറിയ വലയല്ലല്ലോ, ചെറിയ കണ്ണിയല്ല. ഇത് കുറുവായ.
വല മുഴുവനേ ഒരു സൈസ് അഴുക്ക് സാധനമാണ് പിടിച്ചിരിക്കുന്നത്. നല്ലപോലെ അത് വലിച്ചെടുത്താൽ പോകത്തുള്ളൂ. ഉടക്കാം വലിയ കമ്പ. നമുക്ക് വള്ളത്തിലെടുത്ത് വെക്കാനൊക്കെ തന്നെ ഉടക്കും. അയ്യോ, നാരകത്തിന്റെ മുള്ള. എന്നായാലും ഉള്ള ഇത് മുള്ളുള്ള സാധനം. ഈ മുള്ളുള്ള സാധനമൊക്കെ ഈ ആറ്റോട്ട് വെച്ചിരുന്നല്ലേ എന്തുമാത്രം ആൾക്കാർ ഈ ആറ്റിറങ്ങുന്നത്. അത് ഇറങ്ങുന്നത് തന്നെയല്ല, കൂടുതലും വരുന്ന നമ്മളെ പോലുള്ള ഈ വലയിടുന്ന സാധാരണപ്പെട്ടവർക്കാണ് പണി വരുന്നത്. പിന്നെ ഇത് നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്ന കടവിലെങ്ങാനോ വന്ന് കിടക്കുന്നെങ്കിൽ അറിയത്തില്ല. അവർക്ക് വെട്ടി കളഞ്ഞാൽ മതി ആറ്റിലോട്ട്. ഇതൊരു കാര്യമാണ്, ജീവനുള്ള കാര്യമാണ്. കുറുവായും ജീവനുള്ളതാണ്. നമ്മുടെ പണി ഇന്ന് കാണുന്ന ലക്ഷണമുണ്ട്. ഇതെടുത്ത് വരുമ്പോ തന്നെ അടുത്ത വല വീഡിയോ ആക്കി. അടുത്ത വലയിന് 2 വലയാണ് ഇനി അടുത്ത് കിടക്കുന്നത്. എന്തായാലും ഇത് മീനെടുത്ത് കഴിയാതെ ഇനി അടുത്ത വല എടുക്കുന്നില്ല. അപ്പടി അഴുക്ക് കയറി നമ്മുടെ വലയിൽ നിന്ന് നിറഞ്ഞ്. ഇത് ഏതാണ്ട് മുടക്കൊന്നും അല്ല. അതെ, നാശമായിപ്പോയി. ഒരു കല്ലടാൻ കുട്ടിയ കുറുവ. അതിന്റെ കൂട്ടത്തിൽ ഭയങ്കര ഉടക്കും. 3 കുറുവായ ഉണ്ടോ? ഇനിയിപ്പോ വല ഇടാനൊക്കത്തില്ല. മീനും ഉണ്ട്, അത്ര ഉടക്കും ഉണ്ട്. ഉടക്കല്ല, ചപ്പ്. അതിൽ നമുക്ക് വീട്ടിലോട്ട് വന്നിട്ട് മീൻ എടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ. ഓക്കെ, നമ്മള് വീട്ടിൽ കടയിൽ വന്ന് നമ്മളെ എഞ്ചിൻ വെള്ളത്തിലോട്ടാണ് വല വലിച്ചു വെച്ച് മീൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ എളുപ്പം എടുക്കാൻ സാധിക്കും. മീൻ എടുത്തു കഴിഞ്ഞ് ബാക്കി കാര്യം കാണാം. ഓക്കെ, നമുക്ക് വലയിലെ മീനൊന്നും എടുക്കാം. കുറുവയാണ് ആദ്യം വന്നിരിക്കുന്നത്. നമുക്ക് കുറുവ എടുക്കാം ആദ്യം. നമ്മളിതുപോലെ മീനെടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തുമാത്രം മീൻ കിട്ടിയെന്ന് കാണിച്ചു. ഓക്കെ, നമ്മൾ വലയിലെ നമ്മുടെ ഈ ഒരു വലയിലെ മീൻ മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞു. നമുക്ക് കിട്ടിയ മീനെ കാണും. കണ്ടോ, ഇത് ഉടക്കുവലയിൽ നമ്മൾ ഉടക്കി ചത്തുപോയ മീനാണ്. ഈ ഒരു ഉടക്കുവലയിൽ കിട്ടിയതാണ്. ഈ കാര്യമൊക്കെ ഉണ്ടോ? ഈ കാര്യമൊക്കെ ഉണ്ടോ? എൻ്റെ മുട്ടിൻ്റെ ഇവിടം വരെ നീളം. ഇതാണ് കാരി, സൈസ് സാധനം. പിന്നെ കിട്ടിയതെല്ലാം മുഴുത്ത കാര്യങ്ങളാണ്. ഇനിയുണ്ട് കാരി. നമ്മൾ ചാകാതെ കിട്ടിയ കാര്യമൊക്കെ നമ്മളിത് ഈ ബക്കറ്റിലിട്ടിരിക്കുന്നത്. കുടഞ്ഞിടാൻ പറ്റത്തില്ല. ഇത് ചകാതെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിനകത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വലയിലാണ് നമുക്ക് ഇത്ര മീനൊക്കെ ഇട്ടിരിക്കുന്നത്. അടുത്ത 2 വല എടുക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിക്കും. ഓക്കെ, ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ച നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത് പിന്നെ കാണാം. ഇത് നമ്മുടെ ഈ വീഡിയോകൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
അതാണ് കാര്യം അല്ലേ? അതോ തിരുത്തത് ഇത് വലിപ്പം. ഇത് മീൻ കൊടുക്കാൻ ഇതിപ്പോ നമുക്ക് ഓർഡർ ഉണ്ട്. ഓർഡറിന് തന്നെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത വില എടുക്കുന്നുള്ളൂ.